നിങ്ങൾ 2018 ഇറങ്ങിയ നിവിൻ പോളിയുടെ ഹേയ് ജൂഡ് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? അതിൽ തൃഷ ക്രിസ്റ്റൽ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ക്രിസ്റ്റൽ എന്നുള്ള ക്യാരക്ടറിനെ ബൈപോളർ ഡിസോർഡറുള്ള ഒരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബൈപോളർ ഡിസോർഡർ? ബൈപോളർ ഡിസോർഡർ ഇസ് എ മൂഡ് ഡിസോർഡർ characterized by extreme mood swings that includes emotional lows and highs. ഈ ഇമോഷണൽ ഹൈസിനെയും ലോസിനെയും പറയുന്നതാണ് മാനിയ അല്ലെങ്കിൽ ഹൈപ്പോമാനിയ. മാനിയ എന്ന് പറയുന്നത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഹൈ മൂഡാണ്. അതായത് ഇവരിൽ എനർജി വളരെ കൂടുതലായിരിക്കും, ടോക്ക് സ്പീഡായിരിക്കും, റിസ്കി ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഉറക്കം വളരെ കുറവായിരിക്കും, റിയാലിറ്റി ആയിട്ടുള്ള ടച്ച് കുറവായിരിക്കും, മോർ ദാൻ 7 days ഇത് ലാസ്റ്റ് ചെയ്യും. ഇവർക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമാണ്. അടുത്തതാണ് ഹൈപ്പോമാനിയ. മാനിയയുടെ തന്നെ മൈൽഡ് ആയിട്ടുള്ള വേർഷനാണ് ഹൈപ്പോമാനിയ. ഇതിലെന്ന് വെച്ചാൽ മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല, റിയാലിറ്റി ആയിട്ട് റിയാലിറ്റിയിൽ തന്നെയായിരിക്കും അവരുണ്ടായിരിക്കുക. അതുപോലെ ഇവർക്ക് എക്സൈറ്റഡ് ആയിരിക്കും, പ്രൊഡക്റ്റീവ് ആയിരിക്കും, അതുപോലെ കോൺഫിഡൻ്റ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് മോർ ദാൻ 4 days ലാസ്റ്റ് ചെയ്യും. ഇവർക്ക് ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ബൈപോളർ ഡിസോർഡറിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്ലീപ്പ് കുറവായിരിക്കും, മോർ ടോക്കറ്റീവ് ദാൻ യൂഷ്വൽ, അതുപോലെ റീസിങ് തോട്ട്സ് ഉണ്ടായിരിക്കും, അവർക്ക് പെട്ടെന്ന് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ ഇവർക്ക് എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ റിസ്കി ബിഹേവിയേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡിസ്ട്രാക്റ്റബിലിറ്റി ഉണ്ടായിരിക്കും. മാനിക്കോ അല്ലെങ്കിൽ ഹൈപ്പോമാനിക്കോ എപ്പിസോഡ്സ് ഉണ്ടായിരിക്കും. മാനിക് എപ്പിസോഡ് മോർ ദാൻ 7 days, അതുപോലെ ഹൈപ്പോമാനിക്ക് മോർ ദാൻ 4 days ഒക്കെയാണ് ലാസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവർക്ക് ഇൻഫ്ലേറ്റബിളായിട്ടുള്ള സെൽഫ് എസ്റ്റീം ആയിരിക്കും ഉണ്ടായിരിക്കുക, ഭയങ്കര സുപ്പീരിയോറിറ്റി ആയിരിക്കും ഇവർക്ക് കാണിക്കുക. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് സൈക്കോതെറാപ്പി, അതുപോലെ മെഡിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റിലൂടെ ഒക്കെ നമുക്കിതിൻ്റെ സിവിയറിറ്റീനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.